അപ്പൊ അതിന് സഭയും കരുവാക്കുന്നു. ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേറൊരു കാര്യമുണ്ട് സിജു. അത് കാര്യം എന്താന്ന് ചോദിച്ചാല് സഭ എന്നും അജഗണങ്ങളോടൊപ്പമാണ്. അത് അജഗണം വേദനിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ സഭ നിൽക്കും. അപ്പൊ ആ ഭാഗത്തെ ജനത്തിന്റെ കണ്ണുനീരാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഈ അജണ്ട സഭ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം സഭയെ സംബന്ധിച്ചിട്ട് ഞാൻ കാണുന്നു അവർ നിഷ്പക്ഷമായിട്ട് നിഷ്കളങ്കമായിട്ട് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യപ്പെടണം അറ്റ് എനി കോസ്റ്റ്. അത് ഏത് രീതിയായി ജനങ്ങൾക്ക് നീതി കിട്ടണം എന്നൊരു ചിന്തയുണ്ട്. അപ്പൊ തന്നെ അതിന്റെ പിറകിലുള്ള പൊളിറ്റിക്കൽ അജണ്ട മറന്നുകൊണ്ട് പലരും സംസാരിക്കുന്നു എന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നു. അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാർ, ആ NDA സർക്കാരിനോട് ചേർന്ന് നിന്ന് ഒരു ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഒന്നിച്ചു നിന്ന് വിജയിക്കാൻ പറ്റുമെന്നൊരു ചിന്തയായിരിക്കാം ചിലപ്പോൾ ഇവരെ കൊണ്ട് ഇത് ചെയ്യുന്നത്. ഇസ്ലാമിക തീവ്രവാദത്തെ നമ്മൾ എതിർത്തുകൊണ്ടിരിക്കണം, അത് സത്യമാണ്. അങ്ങനെ എതിർക്കുമ്പോൾ തന്നെ അപ്പുറത്തുള്ള സംഘപരിവാറിന്റെ ആശയങ്ങളെ നമ്മൾ കാണുന്നില്ല. അങ്ങനെ കാണാതെ പോയാൽ അത് വലിയൊരു പ്രശ്നമാണ്.